തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലേക്കാണ് നടൻ മമ്മൂട്ടി ജയേട്ടനെ അവസാനം നോക്കു കാണുവാൻ എത്തിയത്. ഒപ്പം നടൻ രമേശ് പിഷാരടിയും ഒട്ടനവധി പാട്ടുകാരുമുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും രാവിലെ പുറപ്പെട്ട് പൂങ്കുന്നത്തേക്കെത്തിയ അദ്ദേഹം യാത്രയിലായിരുന്ന മണിക്കൂറുകൾ മുഴുവൻ കേട്ടത് ജയേട്ടൻ പാടി അനശ്വരമാക്കിയ ഒട്ടനവധി മലയാളം തമിഴ് ഗാനങ്ങളായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ വീടെത്തിയപ്പോൾ ആ എയർപോഡുകൾ ഊരിവെക്കാൻ പോലും മറന്നാണ് മമ്മൂക്ക വീടിനകത്തേക്ക് കയറിയത്. ഊരിവെക്കണമല്ലോ എന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും പിന്നിൽ വലിയ ആൾക്കൂട്ടവും മുന്നിൽ ക്യാമറകളും നിരന്നിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച് ആ എയർപോഡുകൾ ധരിച്ചാണ് വീടിനകത്തേക്ക് വളരെ വേഗം നടന്നു കയറിയതും. തുടർന്ന് ജയചന്ദ്രന്റെ ഭാര്യയും മക്കളുമൊക്കെയായി സംസാരിച്ച് പ്രിയ ജയേട്ടന്റെ മൃതദേഹത്തിനു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയതും. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് താരജാടകൾ ഏതുമില്ലാതെ എത്തിയ മമ്മൂട്ടിയെ കാത്ത് അനവധി രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ പ്രവർത്തകരും വീട്ടിലുണ്ടായിരുന്നു. വളരെ വേഗം എത്തുകയും കണ്ട് സംസാരിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയുമായിരുന്നു അദ്ദേഹം. ജയേട്ടന്റെ വേർപാടറിഞ്ഞപ്പോൾ ഭാവഗായകന് ആദരാഞ്ജലികൾ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത്. നിരവധി പേരാണ് പൂങ്കുന്നത്തെ വീട്ടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയതും. അതേസമയം മോഹൻലാൽ ജയേട്ടനെ അവസാനം നോക്കു കാണുവാൻ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും ജയചന്ദ്രൻ ആശുപത്രിയിൽ കഴിയവേ മോഹൻലാൽ ന്യൂസിലാൻഡിൽ നിന്നും ഫോൺ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. നാട്ടിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അവർ സംസാരം അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തത്. എന്നാൽ മോഹൻലാൽ വരുന്നതിനും ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്നിനും കാത്തു നിൽക്കാതെ ജയചന്ദ്രൻ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ തീയതി അനുസരിച്ച് ഇന്നലെയായിരുന്നു അദ്ദേഹം നാട്ടിൽ വരേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമെന്നോണം അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുകയുമായിരുന്നു. ജയചന്ദ്രൻ്റെ മരണവാർത്തയറിഞ്ഞ് വേദനയോടെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ജയേട്ടൻ വിടവാങ്ങി. എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ ഞാനും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു എല്ലാ കാലത്തും. ജയേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടി കേൾപ്പിക്കും. അനിയനെ പോലെ എന്നെ ചേർത്ത് പിടിക്കും. വളരെ കുറച്ചു ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ. എങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് എൻ്റെ സൗഭാഗ്യമായി കരുതുന്നു. ശബ്ദത്തിൽ എന്നും യുവത്വം കാത്തുസൂക്ഷിച്ച കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയ ജയേട്ടന് പ്രണാമം എന്നാണ് മോഹൻലാൽ കുറിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.